ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കണ്ണെന്നിട്ട് നോക്കി നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ കരച്ചിൽ വീഴ്ചയിൽ എൻ്റെ പൊന്ന് ഓട്ടം ചാട്ടം ഭയങ്കര പ്രകടനങ്ങളാണ് ശ്രുതി. എന്നിട്ട് പറന്ന് ചെന്നിട്ട് ആൻറ്റി എന്നും പറഞ്ഞൊരു ഒറ്റ കരച്ചിൽ. ഞാൻ വേറെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല ആൻറ്റി, ഞാൻ നേരത്തെ പ്രഗ്നൻ്റ് ആയി എന്നുള്ളത് സത്യമാണ്, അത് ആൻറ്റിയുടെ മകൻ ശ്രുതിയുടെ കുഞ്ഞ് തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചിൽ. ഞാൻ പറഞ്ഞ എല്ലാവരും അന്തം വിട്ട് നോക്കുക കേട്ടോ, ശ്രുതിയും എല്ലാവരും. അപ്പം ശ്രുതിയുടെ കുഞ്ഞോ നീ എന്തൊക്കെയാ പറയുന്നേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പം അതേ ആൻറ്റി, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു തവണ കൺസീവ് ആയിരുന്നു എന്ന് ശ്രുതി പറയും. അപ്പം എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. എന്നും പറഞ്ഞേ അപ്പം എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണു. ശ്രുതി എപ്പോ എന്ന് ചോദിച്ചു. അപ്പം കുറച്ചു മാസങ്ങൾക്ക് മുൻപാണെന്നും ചെക്കപ്പ് ചെയ്തപ്പോൾ അന്ന് ഞാൻ കൺസീവ് ആയിരുന്നു എന്ന കാര്യം ശ്രുതി ഇങ്ങനെ പറയാം. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ അന്തം വിട്ട്. പക്ഷേ നീ എന്നെ ആണെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞു ചന്ദ്ര. ശ്രുതി നിന്ന് കരച്ചിലും തുടങ്ങി. ഒന്നു പറ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര. അപ്പോൾ എൻ്റെ സന്തോഷത്തിന് കുറച്ച് നിമിഷത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യം ശ്രുതി ഇങ്ങനെ പറയാം. അന്നേരം ഇവരിങ്ങനെ നോക്കും കേട്ടോ, ആർക്കും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അത് അബോർഷൻ ആയിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ. അയ്യോ എന്നും പറഞ്ഞു വായും പൊത്തിപ്പിടിച്ച് നമ്മുടെ ചന്ദ്രയും കൂടെ കരയുന്നു. ശ്രുതിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. ആ കുഞ്ഞിനെ ദൈവം നമുക്ക് തന്നില്ല, തിരിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗ്. എൻ്റെ വയറ്റിൽ കിടന്ന് തന്നെ ആ കുഞ്ഞ് നമ്മളെ വിട്ടു പോയി എന്നൊക്കെ പറഞ്ഞു. അയ്യോ എന്തൊരു കരച്ചിലാണോ മതി. അപ്പം ഇങ്ങനെയൊക്കെ നടന്നിരുന്നു നീ എന്തുകൊണ്ടാണ് മോളെ പറയാതിരുന്നത് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ, ആൻറ്റി ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള സന്തോഷം ഒരു സർപ്രൈസായി നിങ്ങളെയൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഞാനിവിടെ എത്തിയപ്പോഴാണ് എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അച്ഛൻ ജയിലിലാണെന്ന് ഇളയച്ചൻ പറഞ്ഞപ്പോൾ ആ ഷോക്കിലായി പോയി ഞാനെന്നും ആ ഒരു സമയത്ത് എനിക്ക് ശ്രുതിയോട് പോലും പറയാൻ തോന്നിയില്ല എന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രുതി ഇങ്ങനെ പറഞ്ഞു. എല്ലാം ഓർത്ത് വെച്ച് പറയും കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു അവസ്ഥ ഓർത്ത് ഞാൻ ആരും കാണാതെ കുറേ കരഞ്ഞായിരുന്നു എന്നൊക്കെ ചന്ദ്രയോട് പറയുന്ന ശ്രുതിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. ആ ഒരു സ്ട്രെസ്സിലാണ് അന്നത് അബോർഷനായി പോയതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചന്ദ്രയോട് പറഞ്ഞു. പൊത്തിപ്പിടിച്ച് എന്തൊരഭിനയമാണോ മതി ശ്രുതി. അപ്പോഴേക്കും യോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഭയങ്കര കരച്ചില്ല. മോളെ കരയല്ലേടാന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് അതിനേക്കാളും വലിയ കരച്ചിൽ ചന്ദ്ര. ശ്രുതി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ എന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട്, എന്നിട്ട് കരയുന്നുണ്ട്, ഇടയ്ക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും മോളെ എന്തൊരു വിധിയായത്, ഈ ആൻറ്റി പ്രാർത്ഥിക്കുന്നതും കാത്തിരിക്കുന്നതും നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കാണാനല്ലേ എന്ന് ചന്ദ്ര ചോദിക്കാം. നമ്മുടെ കയ്യിലേക്ക് തരാതെ ദൈവം അതിനെ കൊണ്ടുപോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇരുന്ന് ഇങ്ങനെ സങ്കടപ്പെടുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നമ്മുടെ സച്ചി രേവതി നിന്നിങ്ങനെ ആലോചിക്കുക. അപ്പോൾ മോളെ നീ കരയാതിരിക്കും, നീ കരയല്ലേ എന്ന് പറഞ്ഞ് ചന്ദ്ര സമാധാനിപ്പിക്കുന്നു. ഒക്കെ വിധിയാണെന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സമാധാനിപ്പിരാട്ടോ. അപ്പോൾ ആൻറ്റി നിന്നെ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിച്ചു പോയി മോളെ എന്നൊക്കെ പറഞ്ഞ് ഉള്ള സങ്കടം അതങ്ങനെ വേറെ. സത്യം അറിയാതെ ഓരോന്നൊക്കെ നിന്നെ ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ ഇത്രയും ദേഷ്യം. അപ്പോൾ ആ സമയത്ത് ഞാനിത് പറഞ്ഞിരുന്നെങ്കിലോ ആൻറ്റി തളർന്നു പോയേനെ എന്നൊക്കെയാണ് നമ്മുടെ ശ്രുതി പറയുന്നത്. ശ്രുതിയാണെങ്കിൽ ജോലിയില്ലാത്ത ടെൻഷനിലുമായിരുന്നു. അതിൻ്റെ കൂടെ ഇതും കൂടെ പറഞ്ഞ് ശ്രുതിയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടുപേരോടും അബോർഷനായ കാര്യം ഞാൻ പറയാതിരുന്നത് എന്ന് ശ്രുതി ശ്രുതിയോടും പറയുന്നു. അയ്യോ ചന്ദ്ര ഭയങ്കര കരച്ചില്. പക്ഷെ രേവതിക്കൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ അന്തം പെട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഈ കഥയൊക്കെ കേട്ടിട്ടേ നല്ല ഒന്നൊന്നരം സിനിമാ കഥ പോലെ നമ്മുടെ ശ്രുതി അതൊക്കെ പറഞ്ഞു പിടിപ്പിച്ചു. അയ്യോ ശ്രുതിക്കപ്പത്തേന് ഭയങ്കര സങ്കടം. ശ്രുതിയാണെങ്കിൽ ഫ്രിഡ്ജ് ചാരി നിന്ന് പൊട്ടി കരയാം. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ശ്രുതിക്കാരാശ്വാസം വിശ്വസിച്ചു എന്നുള്ള രീതിയിൽ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് പിന്നെ അടുത്തത്, ആൻറ്റി അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആൻറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഭയങ്കര കരച്ചില്ല. അപ്പോഴത്തേക്ക് ശ്രുതി കണ്ണുനീരൊക്കെ തുടച്ച് ഇങ്ങനെയൊക്കെ പറയും. രവിയേട്ടൻ വന്ന് എന്നോട് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഒരു നിമിഷം എല്ലാം മറന്നുപോയി മോളെ, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി മോളെ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇത്. നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അവളെ വിഷമിപ്പിച്ചില്ലേ, ഈ കാര്യം അച്ഛനോട് ആരാ പറഞ്ഞത് എന്നിങ്ങനെ ശ്രുതി ചോദിക്കുമ്പോൾ രവിയേട്ടനൊന്നും മിണ്ടാതെ ഇങ്ങനെ തല കുനിച്ച് അങ്ങനെ ഇരിക്കുക കേട്ടോ. അന്നേരത്തേക്ക് രേവതിക്ക് ടെൻഷനായി, അതുപോലെ വർഷയ്ക്ക് ടെൻഷനായി, സച്ചിക്കും ശ്രീകാന്തിനും ടെൻഷനായി. അച്ഛനെന്താ ഒന്നും പറയാത്തേന്ന് ചോദിച്ചു ശ്രുതി. അമ്മേ ഈ കാര്യം അച്ഛനോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയോട് ഇങ്ങനെ ശ്രുതി പറയുമ്പോൾ അച്ഛനിങ്ങനെ നോക്കുക കേട്ടോ ചന്ദ്രയും ശ്രുതിയെയും. അപ്പോൾ മക്കളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ആ സമയത്ത് അത് പിന്നെ
സച്ചിയാണ് എന്നോട് പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അതേ കിടക്കുന്ന ചട്ടിയും കലവും നിലത്ത്. സച്ചിക്ക് പണി. ഇനി അത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്ന് സച്ചി പറയേണ്ടി വരും. അപ്പോൾ എന്തിനാടാ നീ എൻ്റെ ശ്രുതിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു ചോദിക്കുമ്പം എൻ്റെ മനസ്സിലൊന്നുമില്ല, ഞാൻ കേട്ടത് അച്ഛനോട് പറഞ്ഞു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നീ കേട്ടെന്നോ, നീ എവിടെ നിന്ന് കേട്ടു എന്നോ, നിന്നോട് ആരാ ഇത് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്താ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു, നിന്നോട് ആരാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു. വർഷയാ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊക്കെ അറിഞ്ഞതാന്ന് പറഞ്ഞു. അപ്പോൾ ചന്ദ്ര, വർഷേ നീ മെനഞ്ഞ കഥയാണോ ഇത് നീ ചോദിക്കുമ്പം ഞാൻ കഥ മെനയുന്ന കഥാകൃത്തൊന്നും അല്ല ആൻറ്റി, ഞാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണെന്ന കാര്യം വർഷ അന്നേരം ചന്ദ്രയോട് പറയുന്നു. എന്നോട് ഈ കാര്യം രേവതി ചേച്ചിയാ പറഞ്ഞത് എന്ന് വർഷ പറയുമ്പോൾ ദേ കിടക്കുന്നു. രേവതിയുടെ തലയിലേക്ക് തന്നെ വന്നു ഇതല്ല. അപ്പോൾ എല്ലാവരും രേവതിയെ ഉറ്റു നോക്കുന്നു. അപ്പോഴത്തേക്കും അയ്യോ രേവതിയോ അമ്മേ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇരിക്കുമ്പം ഞാൻ ഊഹിച്ചു ഇതിൻ്റെ പിന്നിൽ ഇവളായിരിക്കുമെന്ന് തന്നെ എന്ന് പറഞ്ഞു ചന്ദ്ര ദേ രേവതിയുടെ നേരെ ചാടി ചെല്ലുക. വീട്ടിലെ സമാധാനം കളയാൻ വേണ്ടി വന്ന ജന്മം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര, എന്താടി നീ കരുതി വെച്ചിരിക്കുന്നത്, എന്താടി നിൻ്റെ മനസ്സിൽ അത് അമ്മേ ഞാൻ എന്നും പറഞ്ഞ രേവതി പറയാൻ തുടങ്ങുമ്പോൾ എൻ്റെ പേഴ്സണൽ മാറ്റർ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് നീ ഗോസിപ്പാക്കി എന്നെ കരിവാരി തേച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാണെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി ഇങ്ങനെ രേവതിയുടെ നേരെ ചെല്ലുക. ഇങ്ങനെയൊക്കെ പറഞ്ഞോ പരത്തൻ നാണമില്ലേ നിനക്കെന്നൊക്കെയാണ് ശ്രുതി രേവതിയോട് ചോദിക്കുന്നത്. പാർലറേടത്തി വേണ്ട എന്ന് സച്ചി അന്നേരം പറഞ്ഞു. അപ്പം എന്താടാ എന്ന് സുധി, നിങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടാറുണ്ടോടാ, നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മോശം ഞങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഡയലോഗാട്ടോ സുധി അന്നേരം സച്ചിയോട്. പിന്നെ എന്തിനാടാ നീ നിന്റെ കെട്ടികൾ എൻ്റെ ശ്രുതിയെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണതോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ദേഷ്യം. അപ്പോൾ ദേ എല്ലാവരും രേവതിയെ തന്നെ ഉറ്റു നോക്കുവാണ്. രേവതി വലിയ കുറ്റക്കാരിയായി. ചന്ദ്ര ദേ ചെല്ലുന്നു രേവതിയുടെ മുന്നിലേക്ക്. ഇവളെ അപമാനിക്കാൻ വേണ്ടി കള്ളക്കഥ ഉണ്ടാക്കി ചെന്നിരിക്കുകയല്ലെന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനാ വെറുതെ ഇവളുടെ മെക്കിട്ട് കയറുന്നു എന്ന് രേവയേട്ടൻ ചോദിച്ചു. നിങ്ങൾ ചുമ്മാതിരിക്കുക, നല്ല മരുമോളെ തന്നെയാണ് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. വന്ന് കയറി അന്ന് മുതൽ തുടങ്ങിയതാ കള്ളക്കഥ മനയല്ലെന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അമ്മേ വന്ന് കയറി അന്ന് മുതൽ ഞാൻ ഈ വീട്ടിൽ എന്തൊക്കെ ജോലിയാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന രേവതി അന്നേരം അവിടെ നിന്ന് പറഞ്ഞു. ശ്രുതി അപമാനിക്കാൻ വേണ്ടി ഞാൻ ഒരു കള്ളക്കഥയും പറഞ്ഞു പരത്തിയിട്ടില്ല എന്ന് രേവതി പറയുമ്പോൾ പിന്നെ പറയാതെ എല്ലാവരുടെയും മുന്നിൽ എനിക്ക് ഇങ്ങനെ വന്ന് നിൽക്കേണ്ടി വന്നില്ലേ, നീയല്ലേ അതിന് കാരണക്കാരി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതി രേവതിയെ പേടിപ്പിക്കാം. ഗോസിപ്പ് പറഞ്ഞു പരത്തി നീയല്ലേ തുടക്കമുണ്ടാക്കിയതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്തിനാടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്നും ചോദിച്ചുകൊണ്ട് ശ്രുതി വലിയ ഡയലോഗ് ഇറക്കുമ്പോൾ എല്ലാവരും രേവതി ഇങ്ങനെ നോക്കുമല്ലേ. നിനക്ക് എന്നോട് വൈരാഗ്യം തോന്നിയതിന് എന്താടി കാരണം എന്നൊക്കെയാണ് ശ്രുതി ചോദിക്കുമ്പം ശ്രുതി എനിക്ക് നിന്നോട് ഒരു വൈരാഗ്യവും ഇല്ല എന്ന് രേവതി അന്നേരം അവിടെ വെച്ച് പറഞ്ഞു. നീ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വന്ന് നിൽക്കേണ്ടി വന്നെങ്കിൽ അതിന് കാരണം ഞാനല്ല നീ തന്നെയാണെന്ന് രേവതി അന്നേരം ഇവിടെ പറഞ്ഞു. അപ്പോൾ വായടക്കടി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര രേവതിയെ പേടിപ്പിച്ചു. നിനക്ക് നല്ല പേരെടുക്കാൻ വേണ്ടി ശ്രുതിയെ നീ മോശക്കാരിയാക്കാൻ നോക്കിയതല്ലേടി എന്ന് ചന്ദ്ര ചോദിക്കുക. വീട്ടിൽ മാത്രമാണോ അതോ നാട്ടിൽ മൊത്തം പറഞ്ഞ് നടന്നോടി എന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പം അമ്മേ ഞാൻ ഹോസ്പിറ്റലിൽ പൂ കൊടുക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് ശ്രുതിയെ കണ്ടിരുന്നു, അവിടെ വെച്ചാണ് ഞാനിത് അറിഞ്ഞതെന്ന് രേവതി പറയാം. നിന്നോട് ഡോക്ടർ വന്ന് പറഞ്ഞോടി അതോ ഏതെങ്കിലും നേഴ്സോ സ്റ്റാഫോ വന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി വലിയ ആളായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. കണ്ടോ അച്ഛാ പരുങ്ങുന്നത് കണ്ടോന്ന് ചോദിച്ചു. ഞാനൊരു പരുങ്ങലും പരുങ്ങിയില്ല എന്ന് പറഞ്ഞു. അപ്പം നടന്ന കാര്യം രേവതി പറയും. നീ നിന്റെ അനിയത്തിയും കൂടെ എന്തിനാടി വെറുതെ ഒളഞ്ഞു നോക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്ര ദേഷ്യപ്പെടുക. ഓഹോ അപ്പോൾ അനിയത്തിയെ മുന്നിൽ നിർത്തിയാണ് നിന്റെ ചാര പ്രവൃത്തി അല്ലേടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുധി. അപ്പം അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ അവളുടെ മെക്കിട്ട് കയറുന്നതെന്ന് ചോദിച്ചു സച്ചി. അപ്പം നിന്റെ ഭാര്യ ചെയ്ത തെറ്റുകളാടാന്ന് ചോദിച്ചുകൊണ്ട് സച്ചി. അപ്പോൾ രേവതി ചേച്ചി കാഷ്വലായിട്ട് പറഞ്ഞതല്ലേ, ഇത് ഇത്ര വലിയ വിഷയമാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു നമ്മുടെ വർഷ. ശ്രുതിയെ പറ്റി ഇവളെന്തിനു പറയണം എന്ന് ചോദിച്ചു അന്നേരം ചന്ദ്ര. ഇല്ലാത്തതൊന്നും അല്ലല്ലോ രേവതി പറഞ്ഞത്, രണ്ടാമതൊരു കുഞ്ഞുണ്ടോ എന്നറിയാനുള്ള ചെക്കപ്പിന് വേണ്ടിയിട്ട് ആ പാർലർ എടുത്ത് ഹോസ്പിറ്റലിൽ പോയത്. അത് മാത്രമല്ല രേവതി പറഞ്ഞിട്ടുള്ളൂ, സത്യമല്ലേ അതെന്ന് സച്ചി അന്നേരം ചോദിച്ചു. അപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് മിണ്ടാട്ടല്ലേ. ചന്ദ്ര ഇങ്ങനെ പല്ലും കടിച്ച് കണ്ണും ഉന്തിപ്പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക. അവൾ എന്തിനത് പറയണം, അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണെന്നും നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നും ശ്രുതി ചോദിക്കുക. എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഇവളെന്തിനാ തലയിടുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി ദേഷ്യപ്പെടുക. ആൻറ്റി ഇവൾ ഈ ചെയ്തത് ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കുന്നതിന് സമമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം എടീ എന്നും പറഞ്ഞ് ചന്ദ്ര ചെല്ലുന്നു രേവതിയുടെ നേരത്തെ. ദേ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം പാർലറേട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അന്നേരം ശ്രുതിയോട് പറഞ്ഞു. എടാ സൂക്ഷിച്ച് സംസാരിക്കണേ, ആദ്യം നീ നിന്റെ ഭാര്യയോട് പറയടാ എന്ന് പറഞ്ഞു ശ്രുതി. അപ്പോൾ ദേ സച്ചി നീ നിർത്തിക്കോളാൻ പറഞ്ഞു.
ചന്ദ്ര, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ ഹോസ്പിറ്റലിൽ കണ്ടപ്പോൾ എന്താ കാര്യം, എന്തിനാ വന്നത് എന്നൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കില്ലേ? അത് സ്നേഹം കൊണ്ട് ചോദിക്കുന്നല്ലേ എന്ന് ചോദിച്ചു രവിയേട്ടൻ. ഇവൾക്ക് ഇവളോട് സ്നേഹമോ? അങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവള് ശ്രുതിയോടല്ലേ അത് ചോദിക്കേണ്ടിയിരുന്നത്, അല്ലാതെ അനിയത്തിയോട് ചോദിച്ചറിഞ്ഞ് ഇല്ലാ കഥ പറഞ്ഞു പരത്തുകയായിരുന്നോ വേണ്ടിയിരുന്നതെന്നൊക്കെ ചോദിച്ച് ഡയലോഗ് ഇറക്കുമ്പോൾ ഉള്ള കഥ തന്നെയല്ലേ അവൾ പറഞ്ഞോളൂ എന്ന് ചോദിച്ചു സച്ചി. അതിനപ്പുറം വ്യാഖ്യാനിച്ച് കയറുന്നത് നിങ്ങളാണെന്നും പറഞ്ഞു രേവതി. ദേ, ഇത് നിനക്കുള്ള അവസാനത്തെ വാണിംഗ് ആണെന്നും പറഞ്ഞ് ഇനി നീ ശ്രുതിയുടെ കാര്യത്തിൽ തലയിട്ടാലേ മനുഷ്യത്തി ആയിരിക്കില്ല ഞാൻ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് ചന്ദ്ര രേവതിയെ വലിയ പേടിപ്പിക്കുന്നു. അപ്പോൾ സച്ചി അതിൽ ഏറ്റുപിടിക്കാൻ നോക്കിയപ്പോൾ സച്ചി നീ വിടാൻ പറഞ്ഞു അച്ഛൻ. ചന്ദ്രേ, ദേ, രേവതി കള്ളം പറഞ്ഞിട്ടില്ല. ഇനി മേലിൽ ശ്രുതിയുടെ കാര്യത്തിൽ ഇടപെടരുത്, അവളെക്കുറിച്ചൊന്നും പറയരുതെന്ന് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന ഈ മരുമകളോട് പറഞ്ഞേക്കാൻ പറഞ്ഞു ചന്ദ്ര രവിയേട്ടനോട്. അപ്പോഴത്തേക്കും ചന്ദ്ര മതി നിർത്തിക്കൊള്ളാൻ പറഞ്ഞു രവിയേട്ടനെ. രേവതി മോളോട് ഞാനത് പറയേണ്ട കാര്യമില്ല, അവൾ ആരുടെയും കാര്യത്തിൽ അനാവശ്യമായി ഇടപെടാറുമില്ല. ദേവ് അവളോട് പറഞ്ഞ കാര്യം അവൾ അതേ വന്ന് ഇവിടെ ദേവ് അത് ഇവളോട് പറഞ്ഞു, ഇവളത് വർഷയോട് പറഞ്ഞു. ഒരു കൂട്ടുകുടുംബം ആകുമ്പോൾ സന്തോഷവും ദുഃഖവും എല്ലാവരും പരസ്പരം അറിഞ്ഞിരിക്കണമെന്നും ഒരു രഹസ്യവും ഇവിടെ ഉണ്ടാകാനും പാടില്ല എന്ന് രവിയേട്ടൻ പറയും. അറിഞ്ഞ കാര്യം വീട്ടിൽ പറഞ്ഞതിൽ എന്താ തെറ്റ്? രേവതി മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും ചുമ്മാ വിഷയങ്ങൾ പെരുപ്പിച്ച് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് മക്കളെയും മരുമക്കളെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്ന നീ ഒറ്റ ഒരുത്തിയാണെന്ന കാര്യം ചന്ദ്രയോട് രവിയേട്ടൻ പറയുമ്പം അത് പിന്നെ എന്നും പറഞ്ഞ് നിൽക്കുക ചന്ദ്ര മതി നിർത്തിക്കോളാൻ പറഞ്ഞു. ഈ വിഷയം ഇവിടെ അവസാനിച്ചു, അത് ഇവിടെ തന്നെ വിടുന്നതായി എല്ലാവർക്കും നല്ലതെന്നും രവിയേട്ടൻ പറയാം. ഇനി ഇതിനെക്കുറിച്ച് ഒരു സംസാരം ഇവിടെ പാടില്ല എന്നും പറഞ്ഞു. അങ്ങനെ രവിയേട്ടൻ ചന്ദ്രയുടെയും വായ അടപ്പിച്ചു. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടിയെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങ് പോകുമ്പോൾ മേലിൽ എൻ്റെ കാര്യത്തിൽ തലയിടാൻ നീ വരരുത്, എൻ്റെ പുറകെ വരരുതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് കയറിപ്പോയി. ഇപ്പോൾ രേവതി അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. സച്ചി ആണെങ്കിൽ ഇങ്ങനെ ഭയങ്കര വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അകത്ത് പോയി നിന്ന് ഒരൊറ്റ കരച്ചിലായിരുന്നു രേവതി. അപ്പോൾ സച്ചി അകത്തേക്ക് കയറി ചെന്നപ്പം ദേ, നീ എന്തിനാ ഈ കാര്യം വർഷയോട് പറയാൻ പോയത്? നീ അത് എന്നോടല്ലേ പറയേണ്ടത്, ഞാൻ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം സച്ചേട്ടൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് എനിക്കറിയാം സച്ചേട്ടനെ. പക്ഷേ അപ്പോഴും കുറ്റം എനിക്കായിരിക്കും എന്ന് രേവതി അന്നേരം പറയാം. ഒരു കുടുംബത്തിൽ രഹസ്യങ്ങൾ ഉണ്ടാകരുത്, എല്ലാം എല്ലാവരോടും പറയുന്നതാണ് നല്ലത്. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, നീ ഭാവനയിൽ ഉണ്ടാക്കി പറഞ്ഞൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പം ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ആരോടും ഒന്നും പറയാത്തതെന്നും വർഷ കുറേ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അവളോടത് പറഞ്ഞത്. പക്ഷേ അത് മണ്ടത്തരമായി പോയി എന്ന് രേവതി ഇങ്ങനെ പറയുമ്പം ശരി നീ അത് വിട്ടുകളാം, സാരമില്ല, നിന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലല്ലോ, നീ ഇങ്ങനെ കരയാല രേവതി. പിന്നെ എന്തിനാ അമ്മ എന്നെ വഴക്ക് പറഞ്ഞതെന്ന് രേവതി അന്നേരം സച്ചോട് ചോദിച്ചു. പിന്നെ അല്ലെങ്കിൽ പിന്നെ അമ്മ എല്ലാ ദിവസവും നിന്നെ എടുത്തിട്ട് കൊഞ്ചിക്കല്ലേ, എന്നത്തേം പോലെ ഇന്നൊരു കാരണം കണ്ടെത്തി നിന്നെ വഴക്ക് പറഞ്ഞു, അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുകയും ചെയ്തു. പാർലറുടെ അടുത്തേക്ക് സംസാരം കുറച്ച് ഓവറായിരുന്നു എന്നും അവൾ ഈ കാര്യം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഇത്രയും വലിയ വിഷയമാകുമായിരുന്നില്ലല്ലോ എന്ന് സച്ചി ഇങ്ങനെ രേവതിയോട് പറയുമ്പോഴാണ് കുടിവെള്ളം എടുത്തുകൊണ്ട് നമ്മുടെ ശ്രുതിമോൾ അതിലെ വഴി വരുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള സംസാരം പുള്ളിക്കാരി കേൾക്കും കേട്ടോ. മേലിൽ പാർലർ അടുത്തിടെ ഒരു വിഷയത്തിൽ നീ തലയിടരുത് എന്ന് സച്ചി രേവതിയോട് പറയുവാണ്. അവൾ തെറ്റ് ചെയ്താലും കുറ്റം നിനക്കായിരിക്കുമെന്നും. പിന്നെ അവളൊരു കേടിയാ, തന്ത്രപൂർവ്വം ഒരു വിഷയത്തിൽ നിന്ന് എങ്ങനെ തലയുരാവുന്ന അവൾക്ക് നന്നായിട്ട് അറിയാവുന്ന സച്ചി രേവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന എല്ലാം അവൾ അവിടെ നിന്ന് കേൾക്കുക കേട്ടോ. ശ്രുതി എന്തുകൊണ്ടാണ് അബോർഷനായ കാര്യം അപ്പം പറയാതിരുന്നത്? അവളുടെ ഭർത്താവിനോടെങ്കിലും അവളത് പറയേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പം അവൾ പറഞ്ഞാലെന്ത് പറഞ്ഞില്ലെങ്കിൽ എന്ത്, നമുക്കെന്താ രേവതി, നമുക്കൊരു പ്രശ്നമില്ലല്ലോ എന്ന് സച്ചി അന്നേരം പറഞ്ഞു. അന്നേരം സച്ചേട്ടാ, ശ്രുതി പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടൊന്നുമില്ല, എനിക്ക് ചില സംശയങ്ങളുണ്ട്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൾ എന്തൊക്കെയോ നമ്മളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്, അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണെന്ന് പറഞ്ഞു. അതിലിപ്പോൾ എന്താ എത്ര ആശ്ചര്യം, അവളൊരു ഫ്രോഡാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു സച്ചി. ഓട്ടക്കാരനും അവൾക്കും രഹസ്യങ്ങൾ ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ, ഇത്രക്കാർക്ക് പലതും മറച്ചു വെക്കാൻ ഉണ്ടാവും രേവതി എന്നൊക്കെ സച്ചി പറയുന്നതെല്ലാം കേട്ട് മറ്റോക്കടെ ചങ്ക് കിടന്ന് ഇടിക്കുക ശ്രുതിയുടെ. അന്നേരം സച്ചേട്ടാ, നിങ്ങളുടെ ഏട്ടൻ്റെ കാര്യം വിട്ടുകളാ, ശ്രുതിയുടെ ജീവിതത്തിൽ കാര്യമായിട്ടുള്ള എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്ന് രേവതി പറഞ്ഞു. അവൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്നും രേവതി പറയുകയും ചെയ്തു. അതെല്ലാവരും അറിയും എന്നുള്ളൊരു പേടിയിലാണ് അവൾ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്നുള്ള കാര്യവും രേവതി സച്ചിയോട് പറയുക കേട്ടോ. അപ്പോൾ എത്ര കാലം ഇതൊക്കെ മൂടി വയ്ക്കാൻ പറ്റും രേവതി? ഒരു നാളെല്ലാം പുറത്തു വരും, അതിന് കൂടുതൽ കാലമേ നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് സച്ചി രേവതിയെ സമാധാനിപ്പിക്കും. ഇപ്പോൾ കഴിഞ്ഞതൊക്കെ വിട്ടേക്ക്, നമുക്ക് പുറത്തൊന്ന് കറങ്ങി ഒന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് വരാം, അപ്പം നീ ഒന്ന് തണുക്കും എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ കൂട്ടിക്കൊണ്ട് സച്ചി പോകുമ്പോൾ ശ്രുതിയുടെ പിടി വിട്ടു എന്ന് ശ്രുതിക്ക് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരെ പോകുന്നത് ചന്ദ്രയെ കാണാനാണ്. അപ്പോൾ വാ ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര മോളെ വലിയ അകത്തേക്ക് വിളിക്കുന്നു. അപ്പോൾ അപ്പോഴത്തേക്കും ആൻറ്റി നീ ശരീരം ശരിക്കും സൂക്ഷിക്കണേ ശ്രുതി. ശരീരത്തിനൊന്നും ഒരു കുഴപ്പമില്ല ആൻറ്റി, പിന്നെ മനസ്സിനാ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ചന്ദ്രയെ സോപ്പിടാൻ വന്നതാട്ടോ.
മെൻ്റൽ പ്രഷർ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാം. അപ്പോൾ എന്തിനാണ് നിനക്കിങ്ങനെ ടെൻഷൻ? സുധിയുടെ ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ടല്ലോ, നല്ല വരുമാനവും കിട്ടുന്നുണ്ടല്ലോ, പിന്നെന്താ ഇനിയിപ്പോൾ അച്ഛൻ്റെ കാര്യം ഓർത്തിട്ടാണോ നിനക്ക് ടെൻഷൻ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ നിൽക്കുക. അദ്ദേഹം പെട്ടെന്ന് തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോളെ ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അമ്മ മോളെ സമാധാനിപ്പിക്കുമ്പോൾ, അതൊന്നുമല്ല ആൻറ്റി, എൻ്റെ മനസ്സിനൊരു സമാധാനം ഇല്ല ആൻറ്റി. എന്താ പിന്നെന്താന്ന് ചോദിച്ചു. ഇവളിങ്ങനെ നിൽക്കുക. ഇവിടെ നിനക്കൊന്നിനും ഒരു കുറവുമില്ലല്ലോ, ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ നിന്നെ നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ നിൽക്കുകയല്ലേ. ഞാൻ എൻ്റെ മോളെ പോലെയാ നിന്നെ കാണുന്നത് എന്ന് ശ്രുതി പറയുമ്പോൾ, നിങ്ങൾ നന്നായി തന്നെ എന്നെ നോക്കുന്നുണ്ട് ആൻറ്റി, എനിക്കതൊക്കെ അറിയാം, എൻ്റെ അമ്മ കൂടി എന്നെ ഇങ്ങനെ കെയർ ചെയ്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഭയങ്കര സോപ്പിങ്ങും കാര്യവും. എന്നിട്ട് ഇവിടെയുള്ള ചിലർ എന്നെ ശത്രുവിനെ പോലെയാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറഞ്ഞങ്ങ് ചെല്ലുക. ഓരോരോ കാരണങ്ങൾ കണ്ടെത്തി പ്രശ്നം ഉണ്ടാക്കി എന്നെ മാനസികമായിട്ട് തളർത്തുക എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറഞ്ഞു പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഒരു സ്വസ്ഥത എനിക്ക് കിട്ടുന്നില്ല, എന്നെ ജീവിക്കാൻ അവർ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അവരെന്ത് പറയും ഇവരെന്ത് പറയും എന്നൊക്കെ ഭയന്ന് എത്ര കാലം ഞാനിങ്ങനെ കഴിയും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതി ഭയങ്കര ഡയലോഗ്. അപ്പോൾ അതെ, ഒരു വാടക വീടെടുത്ത് മാറി താമസിച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്ര അന്തം വിട്ട് കൊന്തം വിഴുങ്ങി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ടാറ്റാ.